കൽദാനം നിർവഹിച്ചുകൊണ്ട് റിയാസ് സംസാരിക്കും. അതിനുവേണ്ടി അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കും. അധ്യക്ഷൻ, വേദിയിലും സദസ്സിലുമുള്ള പ്രിയമുള്ളവരെ, ഒരു ഡിവൈഎഫ്ഐ പ്രവർത്തകൻ എന്ന നിലയിൽ അഭിമാനം തോന്നുന്ന നിമിഷമാണ് ഇപ്പോൾ ഈ പരിപാടിയിൽ പങ്കുകൊള്ളുന്ന ഈ ഘട്ടം. എങ്ങനെയായിരിക്കണം ഒരു ബ്ലോക്ക് കമ്മിറ്റി പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതിന് മാതൃക കാണിച്ചിരിക്കുകയാണ് കോഴിക്കോട് ജില്ലയിലെ ഡിവൈഎഫ്ഐയുടെ താമരശ്ശേരി ബ്ലോക്ക് കമ്മിറ്റി. വീട് എന്നുള്ളത് ഏതൊരു മനുഷ്യന്റെയും സ്വപ്നമാണ്. ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ഈ കോഴിക്കോട് ജില്ലയിൽ തന്നെ ചില ബ്ലോക്ക് കമ്മിറ്റികൾ ഇതുപോലെ സംസ്ഥാന കമ്മിറ്റിയുടെയും ജില്ലാ കമ്മിറ്റിയുടെയും തീരുമാനം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി വീട് നിർമ്മിച്ചു നൽകുന്ന പ്രവൃത്തി ഏറ്റെടുത്തിരുന്നു. ഒട്ടുമിക്ക ബ്ലോക്ക് കമ്മിറ്റികളും സംഘടന ഏൽപ്പിച്ച ഉത്തരവാദിത്തം വളരെ ഭംഗിയായി നിർവഹിച്ചിട്ടുമുണ്ട്. ഈ വീട് നിർമ്മാണത്തിന്റെ പ്രവർത്തന സമയത്തിനിടയിൽ ഒട്ടേറെ പ്രതിസന്ധികളിലൂടെയാണ് നമ്മുടെ നാട് കടന്നുപോയിട്ടുള്ളത്. പ്രളയം തുടർച്ചയായി വന്നു. അത് വലിയ രീതിയിൽ ബാധിച്ച ഒരു പ്രദേശങ്ങളുള്ള ബ്ലോക്ക് കമ്മിറ്റിയാണ് താമരശ്ശേരി ബ്ലോക്ക് കമ്മിറ്റി. നിപ്പയും ഓക്കിയും നമ്മെ വല്ലാതെ പ്രയാസപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. ഇപ്പോ ഞാനും നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും സ്വപ്നം പോലും കാണാത്ത ഒരു ലോകത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ കോവിഡ് കാലത്ത് മാസ്കും സാനിറ്റൈസറും നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു. ആളുകളുടെ മുഖമൊന്ന് സ്നേഹത്തോടെ മുഴുവൻ കാണാൻ പോലും നമുക്ക് പറ്റാത്ത സ്ഥിതിയിലാണ്. ഇങ്ങനെയുള്ള ഒരു പ്രതിസന്ധി നിറഞ്ഞ കാലഘട്ടത്തിലാണ് സംഘടന ഏൽപ്പിച്ച ഉത്തരവാദിത്വം പ്രതിസന്ധികളെ മുറിച്ചു കടന്നുകൊണ്ട് ഡിവൈഎഫ്ഐയുടെ താമരശ്ശേരി ബ്ലോക്ക് കമ്മിറ്റി നടപ്പിലാക്കിയിട്ടുള്ളത്. ഈ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത ഡിവൈഎഫ്ഐയുടെ താമരശ്ശേരി ബ്ലോക്ക് കമ്മിറ്റിയെയും ഡിവൈഎഫ്ഐയെ സഹായിച്ച മനുഷ്യസ്നേഹികളെയും ഡിവൈഎഫ്ഐക്ക് വേണ്ടി ഊഷ്മളമായി അഭിവാദ്യം ചെയ്യുകയാണ്. ഡിവൈഎഫ്ഐ അതിന്റെ 40 വയസ്സ് പൂർത്തീകരിക്കുകയാണ്. 1980 പഞ്ചാബിലെ ലുധിയാനയിൽ ഡിവൈഎഫ്ഐ രൂപം കൊള്ളുന്ന ഘട്ടത്തിൽ ഡിവൈഎഫ്ഐയിൽ പ്രവർത്തിച്ച നിരവധി പേർ ഇവിടെയുണ്ട്. ഈ നവംബർ 3-ന്, അതായത് 2 ദിവസം കഴിഞ്ഞാൽ ഡിവൈഎഫ്ഐ 40 വർഷം പൂർത്തീകരിക്കപ്പെടുന്ന ഒരു വലിയ യുവജന സംഘടനയായി മാറുകയാണ്. ഒട്ടേറെ പരിപാടികൾ ഇതുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കാൻ നേരത്തെ തന്നെ ഡിവൈഎഫ്ഐയുടെ കേന്ദ്ര കമ്മിറ്റി ആലോചിച്ചിരുന്നുവെങ്കിലും ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ അതിന്റെ പ്രയാസം നമുക്കൊക്കെ അറിയാവുന്നതാണ്. ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും പോരാട്ടത്തിന്റെയും പാതയിലൂടെ 40 വർഷം ഡിവൈഎഫ്ഐ മുന്നോട്ട് പോകുമ്പോൾ 1980 നിന്നും 2020 ഡിവൈഎഫ്ഐ എത്തുന്ന ഇഘട്ടത്തിൽ ലോകവും നമ്മുടെ രാജ്യവും വലിയ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്.
അതിന്റെ രാഷ്ട്രീയ വശങ്ങളിലേക്ക് ഞാനിപ്പോ പോകുന്നില്ല. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നമ്മുടെ രാജ്യം തള്ളിവിടപ്പെട്ടു. കോവിഡ് കാലത്തിന്റെ തൊട്ടുമുമ്പ് തന്നെ പുറത്തു വന്ന തൊഴിലില്ലായ്മ നിരക്കിന്റെ റിപ്പോർട്ടിൽ 40 കൊല്ലത്തിനിടയിൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ തൊഴിലില്ലായ്മയാണെന്ന് ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കപ്പെട്ടു. രാജ്യത്ത് ഏറ്റവും അധികം തൊഴിൽ നൽകേണ്ട പൊതു മേഖലയായ UPSC പിറകോട്ടുപോയി. രാജ്യത്ത് ഏറ്റവും അധികം തൊഴിൽ നൽകേണ്ട പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഓരോന്ന് അടച്ചുപൂട്ടി, സ്വകാര്യവൽക്കരിക്കപ്പെട്ടു. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനമായ ഇന്ത്യൻ റെയിൽവേസ് തന്നെ സ്ഥിര നിയമനം നിർത്തലാക്കി. ഇത് രാജ്യത്തെ എല്ലാ യുവജനങ്ങളെയും ബാധിച്ചു. ഒരു ഭാഗത്ത് മതവർഗീയത ആളിക്കത്തിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന മുഖമായി നരേന്ദ്രമോദിയുടെ സർക്കാർ മാറിയെങ്കിൽ, ദ്വിമുഖ പ്രത്യേകതയുള്ള സർക്കാരിന്റെ മറ്റൊരു മുഖം നവ ഉദാരവൽക്കരണ നയം നടപ്പിലാക്കുന്നു എന്നുള്ളതാണ്. തൊഴിലില്ലായ്മ അതിരൂക്ഷമായി മാറി. കോവിഡ് കാലത്ത് ഒട്ടേറെ സന്നദ്ധ പ്രവർത്തനങ്ങൾ ഡിവൈഎഫ്ഐ നടത്തി. ഡിവൈഎഫ്ഐയുടെ ഒരു മുൻകാല പ്രവർത്തകൻ കൂടിയായ അധ്യക്ഷൻ ഇവിടെ അത് സൂചിപ്പിച്ചു. റീസൈക്കിൾ കേരളയും ഈ കോഴിക്കോട് ജില്ലയിലും കേരളത്തിലാകെയും ഡിവൈഎഫ്ഐ നടത്തിയ ഒട്ടേറെ ഇടപെടലുകളും മാതൃകാപരമായി. കേരളത്തിന്റെ പുറത്ത് ഇന്ത്യയിൽ കേരളത്തെ പോലെ ഡിവൈഎഫ്ഐക്ക് സ്വാധീനമില്ലാത്ത സംസ്ഥാനങ്ങളിൽ പോലും ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന യുവജന പ്രസ്ഥാനം ഈ കോവിഡ് കാലത്ത് സന്നദ്ധ സേവന പ്രവർത്തനങ്ങളിൽ മാതൃകയായി മാറി. ഞാൻ ഓരോന്ന് എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെയുള്ള ഏവരും അംഗീകരിക്കുന്ന ഒരു യുവജന പ്രസ്ഥാനമായി ഡിവൈഎഫ്ഐ മാറിയ ഒരു ഘട്ടത്തിലാണ് ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ 40 വയസ്സ് തികയുന്ന നവംബർ 3, 2020 കടന്നു വരാൻ വേണ്ടി പോകുന്നത്. രാജ്യത്ത് നിലവിലുള്ള നയത്തിനെതിരെ ഒരു ബദൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന പ്രസ്ഥാനമാണ് ഡിവൈഎഫ്ഐ. സോഷ്യലിസ്റ്റ് ആശയങ്ങളിൽ പ്രചോദിതമായി ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന പുരോന്മുഖവും പുരോഗമനപരമായ ഒരു യുവജന പ്രസ്ഥാനമാണ് ഡിവൈഎഫ്ഐ. ദൗർഭാഗ്യവശാൽ രാജ്യത്തെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലെയും സർക്കാരുകൾ പിന്തുടരുന്ന നയം നവ ഉദാരവൽക്കരണ നയം തന്നെയാണ്. നവ ഉദാരവൽക്കരണ നയം നമ്മുടെ രാജ്യത്തെയും ഒട്ടുമിക്ക സംസ്ഥാനങ്ങളെയും കടുത്ത പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുമ്പോൾ ഒരു കാര്യത്തിൽ ഡിവൈഎഫ്ഐക്ക് അഭിമാനിക്കാം. 5 വർഷക്കാലം ഡിവൈഎഫ്ഐയുടെ സഖാക്കൾ ഉൾപ്പെടെ പടമുരുതി, തെരുവിൽ ചോര ചീന്തി, ആ ത്യാഗത്തിന്റെ ഉൽപ്പന്നമായി ഈ കേരളത്തിൽ അധികാരത്തിൽ വന്ന ഇടതുപക്ഷ സർക്കാർ ഒരു ബദലായി ഈ കേരളത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ആ അഭിമാനത്തിന്റെ കാരണം. ഞാൻ വിശദമായി കാര്യങ്ങൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത രീതിയിൽ PSC നിയമനം നടത്തിയ ഒരു സർക്കാരാണ് ഇടതുപക്ഷ സർക്കാർ. UPSCയും കേന്ദ്ര സർക്കാരിന്റെ വികല നയത്തിന്റെ ഭാഗമായി രാജ്യത്തെ യുവജനങ്ങളാകെ, ഈ കേരളത്തിൽ ഉൾപ്പെടെയുള്ള യുവജനങ്ങളാകെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്ന നിയമന നിരോധനവും നടപ്പിലായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലും തമിഴ്നാട്ടിലെയോ കർണാടകയിലെയോ പഞ്ചാബിലെയോ രാജസ്ഥാനിലെയോ ഗുജറാത്തിലെയോ മഹാരാഷ്ട്രയിലെയോ യുവജനങ്ങൾ അനുഭവിക്കുന്നത് പോലുള്ള ഒരു പ്രയാസം ഈ കേരളത്തിലെ യുവജനങ്ങൾ അനുഭവിക്കാതിരിക്കാൻ കാരണം കേരളത്തിലെ സർക്കാരിന്റെ യുവജനങ്ങൾക്ക് അനുകൂലമായ നിലപാടുകളാണ്. ഞാൻ ഓരോന്ന് പറയുന്നില്ല. അടച്ചുപൂട്ടിയ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഈ കേരളത്തിൽ തുറന്ന് പ്രവർത്തിപ്പിച്ച് ഒട്ടേറെ പേർക്ക് നഷ്ടപ്പെട്ട തൊഴിൽ കിട്ടി, പുതിയ തൊഴിലവസരം സൃഷ്ടിക്കപ്പെട്ടു. IT മേഖലയിൽ ഒരു പുതിയ കുതിപ്പായി കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ മാറിയതിന്റെ ഭാഗമായി ഒട്ടേറെ പേർക്ക് പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. കാർഷിക മേഖലയിൽ കേരളം രൂപം കൊണ്ടതിനു ശേഷം ഇന്ന് വരെ ഇല്ലാത്ത രീതിയിലേക്കുള്ള മുന്നേറ്റത്തിന് കാരണമായി മാറിയത് ഒട്ടേറെ അവസരങ്ങൾക്ക് കാരണമായി. ഇങ്ങനെ സമസ്ത മേഖലകളിലും ഈ സർക്കാരിന്റെ ഇടപെടലുകൾ യുവജനങ്ങൾക്ക്, ഇന്ത്യയുടെ ഭാഗം തന്നെയാണ് കേരളമെങ്കിലും ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും യുവജനങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധി ഈ കേരളത്തിൽ അത്രത്തോളം അനുഭവിക്കാതെ പിടിച്ചു നിൽക്കാൻ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന്റെ പ്രവർത്തനം കാരണമായി മാറി. ഇടതുപക്ഷ സർക്കാർ എല്ലാ മേഖലകളിലും ബദലായി. വ്യാവസായിക മേഖലയിലെ കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചു. ഇന്ന് ഇന്ത്യയിൽ 100% വീടുകളിലും വൈദ്യുതി എത്തുന്ന ഏക സംസ്ഥാനം കേരളമാണ്. മറ്റൊരു സംസ്ഥാനവുമില്ല.
കേരളം പോലെ 100% വീടുകളിലും വൈദ്യുതി എത്തുന്ന ഒരു സംസ്ഥാനമായി മാറാൻ കാരണം കേരളത്തിലെ സർക്കാരിന്റെ നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള ഇടപെടലാണ്. പല പദ്ധതികളും പല കാരണത്താൽ മുടങ്ങിയെങ്കിൽ നിശ്ചയദാർഢ്യത്തോടുകൂടി കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ നിലപാട് കൈക്കൊണ്ടു. വൈദ്യുതി മേഖല മാത്രമല്ല, കാർഷിക മേഖല മാത്രമല്ല, വ്യാവസായിക മേഖല മാത്രമല്ല, സമസ്ത മേഖലകളിലും ഈ സർക്കാർ ജനങ്ങൾക്ക് അവർ പ്രയാസം അനുഭവിക്കുന്ന വിഷയങ്ങൾ മനസ്സിലാക്കി ഇടപെട്ടു. ഈ സർക്കാർ അധികാരത്തിൽ വരുന്നതിന്റെ തൊട്ടു മുമ്പ് പ്രകടന പത്രികയിൽ ചൂണ്ടിക്കാട്ടി ഏറ്റവും കുറഞ്ഞ പെൻഷൻ 1000 രൂപയാണ്. പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കുന്ന ഒരു സർക്കാരായി ഇടതുപക്ഷ സർക്കാർ മാറി. ആ വാഗ്ദാനം നിറവേറ്റി. പിന്നീട് വർഷാവർഷം 100 രൂപ പെൻഷൻ വർദ്ധിപ്പിച്ചു. 2020 ഏപ്രിലിൽ 1300 നിന്ന് ഉയർന്നു പെൻഷൻ. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തുണ്ട് ഇങ്ങനെ ഒട്ടേറെ നിലപാടുകൾ ഈ സർക്കാർ കൈക്കൊണ്ടു. ഈ നിലപാടുകളുടെ ആനുകൂല്യം 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പ്രതീക്ഷയോടുകൂടി വോട്ട് ചെയ്ത ജനവിഭാഗങ്ങൾക്ക് മാത്രമല്ല ലഭിച്ചത്. 2016 ഇടതുപക്ഷ സർക്കാരിന് വോട്ട് ചെയ്ത ജനവിഭാഗങ്ങൾ അവരുടെ പ്രതീക്ഷ നിറവേറ്റിയ സർക്കാരായി ഈ സർക്കാരിനെ തിരിച്ചറിയുകയും ഹൃദയത്തിലേറ്റുകയും ചെയ്തുവെങ്കിലും നാം ഏറെ എടുത്തു പറയേണ്ട ഒരു കാര്യം 2016 ഇടതുപക്ഷ സർക്കാരിന് വോട്ട് ചെയ്യാതിരുന്ന ജനവിഭാഗങ്ങളും ഈ സർക്കാരിനെ സ്നേഹിക്കാൻ തുടങ്ങി. സർക്കാരിന്റെ ഇടപെടലുകൾ, സർക്കാരിന്റെ ഒട്ടേറെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ, സർക്കാരിന്റെ വികസന കുതിപ്പ് 2016 പല കാരണങ്ങളാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലേൽക്കരുതെന്ന് കരുതി വോട്ട് ചെയ്ത ജനവിഭാഗങ്ങളെ ഉൾപ്പെടെ ഇടതുപക്ഷ സർക്കാരിനെ സ്നേഹിക്കുന്നതിന് കാരണമായി മാറി. ഇത് വലതുപക്ഷ രാഷ്ട്രീയത്തെ ചെറുതായിട്ടൊന്നുമല്ല ഭയപ്പെടുത്തിയിട്ടുള്ളത്. കേരളത്തിലെ വലതുപക്ഷ രാഷ്ട്രീയം രണ്ടായിട്ടാണ് നിലകൊള്ളുന്നത്. ഒന്ന്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നയിക്കുന്ന ഒരു മുന്നണി, ഐക്യ ജനാധിപത്യ മുന്നണി. മറ്റൊന്ന്, കേന്ദ്രം ഭരിക്കുന്ന BJPയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനം. ഇങ്ങനെ രണ്ടായിട്ടാണെങ്കിലും ഈ രണ്ടു കൂട്ടരും ഒരു കാര്യം മനസ്സിലാക്കി. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ ഒരു തുടർ ഭരണം ഇതാ വരാൻ വേണ്ടി പോകുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാരിന്റെ തുടർ ഭരണം വരുന്നത് ആലോചിക്കാൻ വേണ്ടി പോലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് സാധിക്കില്ല. കാരണം പിന്നെ കോൺഗ്രസ് കേരളത്തിൽ ഉണ്ടാകില്ല. എന്തു ചെയ്യും? ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ സ്ഥിതി മാറി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പലരും കരുതി BJP വരാതിരിക്കാൻ കോൺഗ്രസിന് വോട്ട് ചെയ്യണം. ജീവിതകാലത്ത് ഇടതുപക്ഷത്തിന് മാത്രം വോട്ട് ചെയ്തിരുന്നവർ പോലും ഈ ഒരു കാഴ്ചപ്പാടിന്റെ ഭാഗമായി ഇടതുപക്ഷത്തിനെതിരെ വോട്ട് ചെയ്തു. പക്ഷേ അവർ തെറ്റ് മനസ്സിലാക്കി. കോൺഗ്രസ് പഴയ നിലപാടിൽ നിന്നും മാറുന്നില്ല. നിശ്ചയദാർഢ്യത്തോടുകൂടി BJP എതിർക്കുന്നില്ല. അതിശക്തമായി BJP എതിർക്കേണ്ട ഘട്ടത്തിൽ ഓടി ഒളിക്കുന്നു. പിന്നെ കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നു. വട്ടിയൂർക്കാവും കോന്നിയും പാലയും നമ്മുടെ മുമ്പിൽ ഉദാഹരണമായിട്ടുണ്ട്. വേറെയും നിരവധി മണ്ഡലങ്ങളിൽ വലിയ വിജയം കൊയ്യുന്ന രീതിയിലേക്ക് നാം മാറി. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുകളുടെ ഉപതെരഞ്ഞെടുപ്പുകളിലും UDF BJP കോട്ടകൾ തകർന്നു. ഈ ഒരു ഘട്ടത്തിലാണ് BJP നേതാവ് മേധാവിയായ ഒരു ചാനൽ UDF-നെയും BJP-യെയും സടകുടഞ്ഞെഴുന്നേൽപ്പിക്കുവാൻ വേണ്ടി ഒരു സർവേ ഫലം പുറത്തുവിട്ടു. അത് ഇടതുപക്ഷ സർക്കാരിന്റെ തുടർ ഭരണം കേരളത്തിൽ വരാൻ വേണ്ടി പോകുന്നു എന്നുള്ള സർവേ ആയിരുന്നു. ആ ചാനൽ ഏഷ്യാനെറ്റ് ആയിരുന്നു. പിന്നെ കോൺഗ്രസും മുസ്ലിം ലീഗും BJP-യും വെറുതെ ഇരുന്നിട്ടില്ല. അന്ന് മുതൽ ഇന്ന് വരെ തെരുവിലിറങ്ങി കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ച് അസംബന്ധ പ്രചരണങ്ങൾ നടത്തി സർക്കാരിനെ അട്ടിമറിക്കുവാനുള്ള അട്ടിമറി സംഘ മുന്നണി എന്നുള്ള നിലയിൽ കൈകോർത്തുകൊണ്ട് നിരവധി പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചു. പക്ഷെ അതുകൊണ്ടൊന്നും ഈ സർക്കാർ ഒറ്റപ്പെടുന്ന സ്ഥിതി ഉണ്ടായില്ല. UDF-നോടൊപ്പം നിന്നിരുന്ന LJD നേരത്തെ തന്നെ UDF വിട്ടു. കേരള കോൺഗ്രസ് M UDF കേന്ദ്രങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് UDF വിട്ടു, ഇടതുപക്ഷത്തോടൊപ്പം വന്നു. ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കനത്ത തിരിച്ചടിയായി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഐക്യ ജനാധിപത്യ മുന്നണിയിലെ ഏറ്റവും വലിയ ഒറ്റ പാർട്ടി എന്നുള്ള അവകാശം ഇല്ലാതാകാൻ വേണ്ടി പോകുന്നു. മുസ്ലിം ലീഗ് പ്രധാനപ്പെട്ട പാർട്ടിയായി UDF-ൽ വരുന്നു. കാരണം UDF-ൽ മുസ്ലിം ലീഗിനേക്കാൾ കോൺഗ്രസിന് MLA-മാരുണ്ടാകാൻ കാരണം രണ്ട് പ്രധാന ജില്ലകളാണ്, എറണാകുളവും കോട്ടയവും. കോൺഗ്രസിന് 9 MLA-മാരാണുള്ളത്. എറണാകുളവും കോട്ടയവും UDF-ന് 9 MLA-മാരെ കൊടുത്തില്ലായിരുന്നുവെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണിയിലെ ഏറ്റവും വലിയ ഒറ്റ പാർട്ടി മുസ്ലിം ലീഗ് ആകുമായിരുന്നു. 5 ജില്ലകളിൽ കോൺഗ്രസിന് MLA-മാരില്ല. കാസർഗോഡ് 0, കോഴിക്കോട് 0, പത്തനംതിട്ട 0, കൊല്ലം 0, ഇടുക്കി 0. കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും സ്ഥിതി പരിശോധിച്ചാൽ
കാസർഗോഡ് മുതൽ തൃശൂർ വരെയുള്ള 73 സീറ്റിൽ UDF നുള്ളത് 24 MLA-മാരാണ്. അതിൽ 17 MLA-മാരും മുസ്ലിം ലീഗാണ്, 7 കോൺഗ്രസ്. കാസർഗോഡ് മുസ്ലിം ലീഗിന് 2, കോൺഗ്രസിന് 0. കണ്ണൂരിൽ കോൺഗ്രസിന് 2, മുസ്ലിം ലീഗിന് 1. കോഴിക്കോട് മുസ്ലിം ലീഗിന് 2, കോൺഗ്രസിന് 0. വയനാട്ടിൽ കോൺഗ്രസിന് 1. മലപ്പുറത്ത് മുസ്ലിം ലീഗിന് 11, കോൺഗ്രസിന് 1. പാലക്കാട് ജില്ലയിൽ കോൺഗ്രസിന് 2, മുസ്ലിം ലീഗിന് 1. തൃശൂർ ജില്ലയിൽ കോൺഗ്രസിന് 1. അങ്ങനെ കോൺഗ്രസ് 7, മുസ്ലിം ലീഗ് 17. എന്നാൽ ഈ 9 MLA-മാർ ഇനി കേരള കോൺഗ്രസ് ഇല്ലാതെ കോൺഗ്രസിന് സ്വപ്നം കാണാൻ വേണ്ടി പറ്റില്ല. കോൺഗ്രസ് ഐക്യജനാധിപത്യ മുന്നണിയിലെ 2ാമത്തെ പാർട്ടിയായി മാറും. തെക്കൻ കേരളത്തിൽ മുസ്ലിം ലീഗ് നയിക്കുന്ന ഒരു മുന്നണിക്ക് എങ്ങനെ വോട്ട് ചെയ്യുമെന്നുള്ള ചിന്താഗതി മതനിരപേക്ഷ കോൺഗ്രസ് പ്രവർത്തകരിൽ ശക്തിപ്പെട്ടു. തലസ്ഥാന ജില്ല കോൺഗ്രസിന് എറണാകുളം കഴിഞ്ഞാൽ ഏറ്റവും അധികം MLA-മാരെ കൊടുത്ത ജില്ലയാണ്. അവിടെ കോൺഗ്രസിൽ ആഭ്യന്തര പ്രശ്നം രൂക്ഷമായി. മുസ്ലിം ലീഗ് ആണെങ്കിൽ വളരെ ബോധപൂർവം ഈ ഒരു ആധിപത്യം ഉപയോഗപ്പെടുത്തുന്നു. അവർ ആഗ്രഹിക്കുന്നത് പോലെ ഐക്യ ജനാധിപത്യ മുന്നണി ചലിക്കണമെന്ന് മുസ്ലിം ലീഗ് നിശ്ചയിക്കുന്നു. കോൺഗ്രസിലെ നേതാക്കന്മാർ നിൽക്കണോ ഇരിക്കണോ നടക്കണോ എന്ന് മുസ്ലിം ലീഗിലെ ചില കേന്ദ്രങ്ങൾ തീരുമാനിക്കുന്നു. ജമാഅത്ത് ഇസ്ലാമി, വെൽഫെയർ പാർട്ടി, SDPI എന്നിവ RSSനെ എതിർക്കുന്ന പോരാട്ടത്തിന് നമുക്ക് കൂട്ടാൻ വേണ്ടി സാധിക്കുന്ന മൂവ്മെന്റുകളല്ല. അതിന് കാരണമുണ്ട്. RSS ആഗ്രഹിക്കുന്നത് പോലെ ഒരു മതരാഷ്ട്രം ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്നവരാണ് അവർ. എങ്ങനെയാണ് ഒരു മതരാഷ്ട്രം പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനത്തെ തടുക്കാൻ മറ്റൊരു മതരാഷ്ട്രം ആഗ്രഹിക്കുന്ന ശക്തികളെ കൂട്ടുപിടിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുക? ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നാൽ വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു UDF-മായി സീറ്റ് ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. UDF-മായി സീറ്റ് ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞതിന്റെ തൊട്ടടുത്ത ദിവസമാണ് UDF-ന്റെ കൺവീനറായ MM ഹസൻ ജമാഅത്ത് ഇസ്ലാമിയുടെ തലവന്റെ വീട്ടിലെത്തിയത്. ഇത് UDF-ലെ മതനിരപേക്ഷ മനസ്സുകളെ വല്ലാതെ പ്രയാസപ്പെടുത്തി. ഐക്യ ജനാധിപത്യ മുന്നണിയിലെ ഭൂരിപക്ഷവും സെക്യുലർവാദികളാണ്. ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരായിക്കൊള്ളട്ടെ, മതനിരപേക്ഷത നിലകൊള്ളണമെന്ന് ആഗ്രഹിക്കുന്നവർ, മതരാഷ്ട്രങ്ങൾക്കെതിരായി നിലകൊള്ളുന്നവർ, മതവർഗീയതക്കെതിരെ സമീപനം കൈക്കൊള്ളുന്നവർ. കോൺഗ്രസിലെയും മുസ്ലിം ലീഗിലെയും വലിയൊരു വിഭാഗം അതാണ്. അവർ കടുത്ത നിരാശയിൽ അതിനെതിരെയുള്ള അപശബ്ദങ്ങൾ ഉയർത്തി തുടങ്ങി. ഇത് ഐക്യ ജനാധിപത്യ മുന്നണിയെ വല്ലാത്തൊരു പ്രയാസത്തിലേക്കാണ് തള്ളിവിടുന്നത്. വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക് ഐക്യ ജനാധിപത്യ മുന്നണിയെ തള്ളിവിടുന്നു. ഒരു ഭാഗത്ത് വെൽഫെയർ പാർട്ടിയുമായി കൈകോർക്കുമ്പോൾ മറുഭാഗത്ത് RSSന്റെ കാര്യാലയത്തിൽ നിന്നും പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുന്നവർ മാത്രമായി UDF മാറി. ഒട്ടേറെ പ്രശ്നങ്ങളിൽ അത് കാണാൻ വേണ്ടി സാധിക്കും. ഞാൻ വല്ലാതെ നീട്ടുന്നില്ല. കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടിയാണ്. ദേശീയ അന്വേഷണ ഏജൻസികളെ കുറിച്ച് കോൺഗ്രസിന് ഒരു അഭിപ്രായമുണ്ട്. അത് രാഹുൽ ഗാന്ധി വയനാട് MP ഇപ്പൊ വന്നപ്പോഴും പറഞ്ഞു. അപ്പോഴാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത് നിങ്ങൾ വേണ്ടി പോകരുത്, ഇവിടുത്തെ കാര്യം മിണ്ടരുത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ പ്രാദേശിക ഇടവഴികളിൽ പോലും രാഹുൽ ഗാന്ധി പ്രസംഗിക്കാൻ വരണമെന്ന് പറഞ്ഞ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ ഇപ്പൊ പറയുന്നു പ്രാദേശിക പ്രശ്നങ്ങളിൽ രാഹുൽ ഗാന്ധി മിണ്ടണ്ട. സോണിയാഗാന്ധിയും പറഞ്ഞു. ദേശീയ അന്വേഷണ ഏജൻസികൾ BJP രാഷ്ട്രീയമായി ഉപയോഗിക്കുന്ന സംവിധാനങ്ങളാണ്. ഇത് നേരത്തെ BJP പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ് ഭരിക്കുന്ന ഘട്ടത്തിൽ, ഇന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അന്ന് ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് CBI-ക്കെതിരെ, ദേശീയ അന്വേഷണ ഏജൻസികൾക്കെതിരെ. ഇനി സുപ്രീം കോടതി പറഞ്ഞിട്ടില്ലേ കൂട്ടിലിട്ട തത്തകളാണ് ദേശീയ അന്വേഷണ ഏജൻസികളെന്ന്. കേരളത്തിലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഫോറിൻ കോൺട്രിബ്യൂഷൻ ഇല്ലാത്തൊരു പ്രശ്നത്തിൽ കോൺഗ്രസിന്റെ MLA കൊടുത്ത പരാതിയുടെ ഭാഗമായി 5-ാം നാൾ ചാടി വീണ് CBI ഒരു കേസ് ഏറ്റെടുത്തപ്പോ DSP ആക്ട് 1946 സെക്ഷൻ 6ന്റെ ലംഘനമാണെന്ന് ഹൈക്കോടതി പറഞ്ഞില്ലേ? പറഞ്ഞിട്ടുണ്ട്. അപ്പോ ദേശീയ അന്വേഷണ ഏജൻസികളെ ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ അട്ടിമറി സംഘത്തിന്റെ, കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും BJP-യുടെയും തെരഞ്ഞെടുപ്പ് കൺവീനർമാരുടെ പണിയെടുപ്പിക്കാനാണെന്ന് ജനം ചിന്തിക്കുന്നു. CBI അല്ല, ED അല്ല, ഇന്റർപോൾ ഈ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി തുള്ളിയാലും കേരളത്തിലെ ജനങ്ങൾ ഈ സർക്കാരിനോടൊപ്പമാണെന്ന് കാലം തെളിയിക്കും. ഒരു തർക്കമില്ല. കാരണം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സർക്കാരാണ്, ജനങ്ങൾക്ക് വേണ്ടി ഇടപെടുന്ന ഒരു സർക്കാരാണ്, സാധാരണക്കാരന് വേണ്ടി ഇടപെടുന്ന ഒരു സർക്കാരാണ്. ആ സർക്കാരിനെ സംരക്ഷിക്കൽ ഈ നാടിന്റെ ആവശ്യമാണ്. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിലൂടെയാണ് DYFI അതിന്റെ 40 വർഷം പൂർത്തീകരിച്ച് മുന്നോട്ട് പോകുന്നത്. രാജ്യത്ത് ബദൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ തുടർ ഭരണം രാജ്യത്ത് DYFI ഉയർത്തിപ്പിടിക്കുന്ന പോരാട്ടത്തിന് ഇന്ധനമാണ്. കേരളത്തിൽ ഇടതുപക്ഷ തുടർ ഭരണം വന്നാൽ, തമിഴ്നാട്ടിൽ ഇടതുപക്ഷ പിന്തുണയുള്ള സർക്കാർ വന്നാൽ, പശ്ചിമബംഗാളിലും ത്രിപുരയിലും ഇടതുപക്ഷ
ശക്തികൾ തിരിച്ചു വന്നാൽ ഇന്ത്യയിൽ BJPക്ക് ബദലായി പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കാൻ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് സാധിക്കും എന്നുള്ളത് വസ്തുതയാണ്. അത് കണ്ടുകൊണ്ടാണ് ഇടതുപക്ഷ പ്രസ്ഥാനം കൂടുതൽ കരുത്തുറ്റ പ്രസ്ഥാനമായി മാറണമെന്ന് DYFI ആഗ്രഹിക്കുന്നു. DYFI ഒരു സ്വതന്ത്ര യുവജന പ്രസ്ഥാനമാണ്. ഒരു സ്വതന്ത്ര യുവജന പ്രസ്ഥാനം എന്ന നിലയിൽ DYFI നടത്തിയിട്ടുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങളുണ്ട്. ഈ കോവിഡ് കാലത്ത് നടത്തിയ പ്രവർത്തനങ്ങളുണ്ട്, അല്ലാതെ നടത്തിയ പ്രവർത്തനങ്ങളുണ്ട്. ആ പ്രവർത്തനങ്ങളുമായി DYFI മുന്നോട്ട് പോകും. ഇവിടെ താമരശ്ശേരി DYFI ഒട്ടേറെ പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള നിർമ്മാണം അത് ഹൃദയത്തിലേറ്റേണ്ട പ്രവർത്തനമാണ്. DYFIക്ക് രാജ്യത്താകെ പറയാൻ വേണ്ടി പറ്റുന്ന പ്രവർത്തനമാണ്. അതിന് നേതൃത്വം കൊടുത്ത DYFIയുടെ മുഴുവൻ സഖാക്കളെയും മനുഷ്യ സ്നേഹികളെയും DYFIയുടെ അഖിലേന്ത്യാ കമ്മിറ്റിക്ക് വേണ്ടി ഊഷ്മളമായ ഈ പ്രവർത്തന പരിപാടി താക്കോൽ നൽകൽ ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. അഭിവാദ്യം. DYFIയുടെ ജില്ലാ സെക്രട്ടറി വസീം അർപ്പിച്ചുകൊണ്ട് സംസാരിക്കും. പ്രിയമുള്ളവരെ, ഒരു ദീർഘനേരമുള്ള പ്രസംഗത്തിന് പ്രസക്തിയില്ല എന്ന് അറിയാം. DYFIയുടെ താമരശ്ശേരി ബ്ലോക്ക് കമ്മിറ്റി കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായുള്ള തീരുമാനത്തിൽ നിർമ്മിച്ച വീടിൻ്റെ താക്കോൽദാനമാണ് ഇവിടെ നടക്കുന്നത്. ഏറെ മാതൃകാപരമായ പ്രവർത്തനത്തിന്, കൂട്ടായ ഇടപെടലിന് DYFIയുടെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ അഭിവാദ്യം അർപ്പിക്കുകയാണ്. സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായി 4 ബ്ലോക്കിലാണ് DYFI വീട് നിർമ്മിക്കാൻ ആലോചിച്ചിരുന്നത്. ഒന്ന് തിരുവമ്പാടി ബ്ലോക്കിൽ, താമരശ്ശേരി ബ്ലോക്കിൽ, ഫറൂഖ് ബ്ലോക്കിൽ, കോഴിക്കോട് ടൗൺ ബ്ലോക്കിൽ. ഇതിൽ 3 വീടിൻ്റെ താക്കോൽദാനവും നടന്നു കഴിഞ്ഞു. ഇനി കോഴിക്കോട് ടൗണിലുള്ള വീടിൻ്റെ നിർമ്മാണവും ഏകദേശം അതിൻ്റെ അന്ത്യഘട്ടത്തിലേക്കാണുള്ളത്.